പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് അഗ്ലോണിമനെ പറ്റിയാണ്. അഗ്ലോണിമ നമ്മൾ ഒരുപാട് അഗ്ലോണിമ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പല വിധത്തിലും പല കളറിലുള്ള അഗ്ലോണിമ നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പരിചരണം എങ്ങനെയാണ് ഞാനിത് ഇത്ര ഉഷാറായിട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ അടിയിലുള്ള ആ ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടിയും പറയാനൊന്ന് ആദ്യം കണ്ടത് പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മളെ അടുത്ത് ഏറ്റവും കാണാൻ ഭംഗിയുള്ളതായിട്ടുള്ളൊരു അഗ്ലോണിമയാണ് ഈ ചുവപ്പ് കളർ കേട്ടോ. ഇത് ഒരു ഫുള്ള് നല്ല റെഡ് കളറാണ്, പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് വരുന്നൊരു ഇലക്ക് കുറച്ച് പച്ച കളറും ഉണ്ട് കേട്ടോ. ഇതിന് തൈകൾ വന്നിട്ടില്ല കേട്ടോ. നമ്മളിത് ഒരു 350 രൂപക്കാണ് നമ്മൾ ഈ ഒരു തൈ വാങ്ങിയത്. 250 അത്ര ഓർമ്മയില്ല. ഒരു ചെറിയൊരു തൈ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മളൊരു നെൽച്ചെടി വലുതായുണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു ചെറിയൊരു തൈയാണ് നമ്മളിത് വാങ്ങിയത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ അത് അടിയിൽ തൈയൊക്കെ ഉണ്ടാകാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു തൈന് വന്നാൽ പിന്നെ അതിൻ്റെ സൈഡിൽ ചുറ്റുപാടും പിന്നെ തൈകൾ വന്നോളൂ കേട്ടോ. നമ്മൾ ഇതുപോലെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ തൈകൾ വരിക. ഇനി സൈഡിൽ ഒന്നാണ് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വന്നോളൂ. ഇതിപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 2-3-4 ചെടി ആക്കിയെടുക്കാം കേട്ടോ. പക്ഷെ അത്രയും വലുതാകുമ്പോൾ നമുക്കത് കട്ട് ചെയ്യാനൊരു വിഷമമുണ്ട്. അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യാത്തത്. ഇതിനിപ്പോൾ ഒരുപാട് തൈകൾ വന്നു കേട്ടോ. ഈ അഗ്ലോണിമ കണ്ടില്ല. ഇതിൻ്റെ ഒരു ഭംഗി പറഞ്ഞാൽ ഇതിൻ്റെ തണ്ടുകളാണ് കേട്ടോ. നല്ലൊരു സ്കിൻ കളർ ആയിട്ടുള്ളൊരു തണ്ടുകളാണ് ഇതിന്. അതുപോലെ ഇത് കുറച്ചൊരു വെള്ള കൂടിയൊരു തണ്ടാണ് കേട്ടോ. പിന്നെ അതുകൂടെ ഇത് നമ്മൾ ഇൻഡോർ ആക്കിയിട്ടും വെച്ചിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടൊക്കെ വെള്ളമായിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ അങ്ങനെ ഇതാണുള്ളത്. ഇതിനൊക്കെ ഒരുപാട് തൈകളുണ്ട് കേട്ടോ. ഇതിന് തൈകളിപ്പോൾ പുതിയ തൈകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ എല്ലായിടത്തും സുലഭമാണ്. ഇതൊരു തൈ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരുപാട് തൈകളാക്കി എടുക്കേണ്ടത്. ഇത് കണ്ടില്ലേ, ഇത് നല്ല ഇട തൂർന്ന് ഇങ്ങനെ ഉണ്ടാവും. ഒന്നിന്മേൽ തന്നെ ഒരു 10-20 തൈകളൊന്നുമല്ല. ഇത് കണ്ടില്ലേ, നിറയെ തൈകളാണ്. അത് നമുക്കിങ്ങനെ ഇതൊരു 4 പോട്ടിലാണ് ഇത് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇത് നമുക്കിങ്ങനെ ഒരു നല്ലൊരു ലൈനാക്കിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും അത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്തുണ്ട് കേട്ടോ അഗ്ലോണിമ വെച്ചിട്ടുണ്ട് കേട്ടോ, ഈ സൈഡിൽ. അതുപോലെ ഇവിടെ ബിഗോണിയ ഉണ്ട്. ബിഗോണിയ നമ്മൾ ഒരേ കളറുള്ളതൊരു 10-20 ചട്ടിയിൽ ഒന്നായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ പോട്ടുകളാണ് കേട്ടോ നമ്മൾ. എന്നിട്ട് ഞാൻ അത് വലുതായി ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വലിയൊരു പോട്ടിക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇവിടെ അഗ്ലോണിമ മാത്രമല്ല കേട്ടോ, എല്ലാ ചെടികളും ഉണ്ട് ഇവിടെ. നമ്മളെ ഓർക്കിഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓർക്കിഡ് കണ്ടില്ല ഈ ഭാഗത്ത് ഇങ്ങനെ ഈ ഒരു ഓർക്കിഡ് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അത് പുതിയ തൈകൾ ഉണ്ടാക്കിയതുകൊണ്ട് പൂവിടുന്ന ഇതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിതിങ്ങനെ ഒരു ഗ്രില്ല് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് അതിന് കമ്പി കെട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. 2 ലൈനായിട്ടാണ് ഇവിടെ അടിയിലും താഴെയുണ്ട്. ഇങ്ങനെ 2 ലൈനായിട്ട് നമ്മളിത് കൊടുത്തിട്ടുള്ളത്. അപ്പുറത്തൊക്കെ പൂക്കൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഒരുപാട് തൈകൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന തൈകളാണ്. ഇതൊക്കെ പുതിയതായിട്ട് വന്ന തൈകളാണ്. എല്ലാത്തിനും പുതിയ തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ വേണ്ടില്ല. ഇതിൻ്റെ സൈഡിൽ നിന്നാണ് ഉണ്ടായത്. ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിന് ചെറിയ തൈകൾ ഇവിടെ വരുന്നുണ്ട്. ഇതിനുണ്ട്. എല്ലാ ചെടിക്കും നമുക്ക് പുതിയ തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല. പിന്നെ ഈ ഒരു ചെടി എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഒരു പാമ്പ് പടം വിടർത്തിക്കുന്ന ഒരു ഇതാണ് നമുക്ക് ഇങ്ങനെ തോന്നുന്നത്. ഇത് നമ്മൾ അപ്പുറത്ത് വെച്ചപ്പോൾ അതിന് പൂവുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഈ ഭാഗത്തോട്ട് നല്ല തണുപ്പുള്ള സ്ഥലത്തേക്ക് വെച്ചപ്പോൾ അത് പൂവ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ.
പക്ഷെ അത് എപ്പോഴും നമുക്ക് പിന്നെ ഇൻഡോർ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് പിന്നെ തീരെ വെയിൽ ഇഷ്ടപ്പെടാത്തൊരു ചെടിയാണിത്. അതുകൊണ്ട് നമുക്ക് ഇൻഡോർ ആക്കിയിട്ട് വേണമെങ്കിൽ വെക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സി പ്ലാന്റ് ഉണ്ട്, പിന്നെ ഈ കാശിത്തുമ്പുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ ഒരു ചെടി, ഇതിൻ്റെ പേരറിയില്ല കേട്ടോ, ഇതിൻ്റെയും പേരറിയില്ല. ഇത് നമ്മൾ പിന്നെ ഈ കൂവ ഉണ്ടല്ലോ, വെള്ളക്കൂവ നമ്മൾ പൊടിയൊക്കെ ഉണ്ടാക്കണം, അതിൻ്റെ ഒരു ഇലക്കൊരു വേറൊരു കളർ. പക്ഷേ കിഴങ്ങിനൊക്കെ അതേ ടേസ്റ്റും പിന്നെ മണമൊക്കെയാണ് കേട്ടോ, മണരുചിയൊക്കെ തന്നെ ഒരു കാശിത്തുമ്പൻ അല്ല പിന്നെ ആരോ റൂട്ടിൻ്റെ അതേ പിന്നെ ഗുണം തന്നെ അതിനുണ്ട്. ഈ ചെടിയൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ തൈകൾ വരികയാണ് കേട്ടോ. പിന്നെ അഗ്ലോണിമൻ്റെ ചെറിയ തൈകൾ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് അഗ്ലോണിമൻ്റെ തൈകളാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ നമ്മളങ്ങനെ ചെയ്തെടുത്ത അഗ്ലോണിമൻ്റെ തൈകളാണിത്. ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് നമ്മൾ തൈകളാക്കിയിട്ടുള്ളത് കേട്ടോ. ചെറിയ ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള പീസുകളാക്കിയിട്ട് അത് നട്ടാൽ അത് പെട്ടെന്ന് ഒരു 10-20 ദിവസം കൊണ്ട് അത് തൈയായി കിട്ടും കേട്ടോ. ഈ ഒരു ചെടി ഇത് ഒരുപാട് ദിവസമായിട്ട് ഇതിങ്ങനെ നിൽക്കുകയാണ്. ഇതിൻ്റെ പിന്നെ അടിഭാഗത്തിൽ ഒരു കിഴങ്ങാണ് കേട്ടോ. അത് ഒരു സീസണായ ആ കിഴങ്ങ് അതങ്ങോട്ട് ഇല അങ്ങോട്ട് ഉണങ്ങും, പിന്നെ അതങ്ങനെ ചട്ടിയായി മാത്രമായിട്ട് നിൽക്കും. അപ്പോൾ അത് വീണ്ടും നമ്മളിതിൽ ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെന്ത് പിന്നെ ഇൻഡോർ ആക്കിയാണ് ഇത് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇലക്ക് ഇങ്ങനെ ഇല ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് കൊണ്ട് നിൽക്കും. പിന്നെ ഒരു 2-3 മാസം അത് ഉറക്കത്തിലാണ് കേട്ടോ. പിന്നെ അതിന് ഇല ഒന്നും ഉണ്ടാവില്ല, ആ ചട്ടി വേസ്റ്റായിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ അത് നമ്മൾ ഏതെങ്കിലും ഒരു മൂലക്ക് കൊണ്ട് വെക്കും. അപ്പോൾ ഇതിങ്ങനെ അങ്ങനെ വെച്ചിട്ട് പിന്നെ ഉണ്ടായ പിന്നെ ഇപ്പോൾ വീണ്ടും പിന്നെ ഇത് ഉണ്ടായിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് പിന്നെ ആ ചെടി ഒരു ചട്ടി ഒരു സീസൺ ആണെന്ന് കരുതിയിട്ട് നമ്മളത് പിന്നെ ഒഴിവാക്കണില്ല കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പിന്നെ ചെടി ആയതുകൊണ്ട് നമ്മളത് അത്ര പിന്നെ ഒഴിവാക്കി നിർത്തണില്ല. അത് എങ്ങനെയെങ്കിലും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. ഈ ഒരു ചെടി ഇത് അഗ്ലോണിയം അല്ല അത് കേട്ടോ. അഗ്ലോണിയമാണെന്ന് കണ്ടാൽ തോന്നും, പക്ഷേ അത് അഗ്ലോണിയം അല്ല. ഒരു വലിയൊരു വാഴ പോലെ വലുതാവുന്ന ഒരു ചെടിയാണ്. അതിൻ്റെ പേരെന്തൊന്നും എന്നറിയില്ല. നിങ്ങൾക്ക് ആ പേര് അറിയുന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അഗ്ലോണിമ ഇതൊരു വലിയൊരു പിന്നെ ചെടിയായിട്ട് ഇങ്ങനെ ഇതുണ്ട് കേട്ടോ. ഇൻഡോറാക്കി വെക്കാൻ പറ്റിയൊരു നല്ലൊരു ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ. വേണമെങ്കിൽ ഇൻഡോറാക്കി വെക്കാം. അതുപോലെ തന്നെ ഇതും ഇൻഡോറാക്കി വേണമെങ്കിൽ നമുക്ക് വെക്കാം. പക്ഷേ ഇതൊരു വിഷച്ചെടിയാണ് കേട്ടോ. കുട്ടികൾ ഉള്ള വീടാണെങ്കിൽ ഇത് നമ്മൾ ഒരിക്കലും നമ്മളിത് വീടിൻ്റെ അകത്ത് വെക്കരുത് കേട്ടോ. അതുകൊണ്ട് ഞാൻ ആദ്യം ഇത് ഇൻഡോറാക്കി വെക്കണം എന്ന് കരുതിയിട്ട് അവിടെ കൊണ്ട് ചെറിയ ദിവസം ഇങ്ങനെ, അപ്പോൾ ഒരാൾ കണ്ടേക്ക് ഇത് ചെറിയ കുട്ടികളുണ്ടെങ്കിൽ പിന്നെ ഇത് അതിൻ്റെ ഇല കടിച്ചിട്ടുണ്ടെങ്കിൽ വിഷമാണെന്നൊക്കെ പറഞ്ഞു, മരണത്തിന് തന്നെ കാരണമാവും എന്ന് പറഞ്ഞപ്പോൾ ഞാനത് പുറത്തേക്ക് വെച്ചാട്ടോ. നമ്മളോട് പിന്നെ ചെറിയ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപകടങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇതൊന്ന് ഞാൻ സൂം ചെയ്ത് എന്നെ കാണിച്ചു തരാം. ഈ ഒരു ഇത് കേട്ടോ, ഈ ഒരു ചെടി വലിയ വിഷമുള്ള ഒരു ചെടിയാണ്. അപ്പോൾ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഒഴിവാക്കാൻ പറ്റുന്ന മനസ്സ് വരുന്നുണ്ടെങ്കിൽ ഒഴിവാക്കും ചെയ്യും. ചെറിയ മുട്ടുകുത്തിയൊക്കെ നടക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, പറഞ്ഞാൽ മനസ്സിലായത് ബുദ്ധി വെക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് വീടിൻ്റെ അകത്തോ കുട്ടികൾ പിന്നെ ഇടപഴകുന്ന സ്ഥലത്തൊന്നും ഇത് വെക്കാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു തൂക്കുചട്ടിയിലുള്ളൊരു ചെടിയാണ് കേട്ടോ. ഇത് പറ്റ പോയിരുന്നതായിരുന്നു കേട്ടോ. ഇതിപ്പോൾ വീണ്ടും ഞാൻ വളമൊക്കെ ചെയ്തപ്പോൾ ഇങ്ങനെ ഉഷാറായിട്ടിങ്ങനെ ഇതിങ്ങനെ വരികയാണ് കേട്ടോ. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകണില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കനൊന്ന് അമർത്തുക കേട്ടോ. ഇത് നമ്മളെ പച്ചക്കറീൻ്റെ ഭാഗമാണ് കേട്ടോ. കുറച്ച് വെണ്ടക്ക ഉണ്ട്, ജർജീറുണ്ട്, അതുപോലെ തന്നെ ഇവിടെ പുതിന, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഭാഗത്തൊക്കെ വെണ്ടക്ക ഇപ്പോൾ ഇന്ന് പറിച്ച് കഴിഞ്ഞതാണ് കേട്ടോ. ഇനി നാളേക്കുള്ള വെണ്ടയ്ക്കയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരുപാട് വെണ്ടയ്ക്ക അതിമ നമുക്ക് നമ്മളെ ആവശ്യത്തിൽ കൂടുതൽ വെണ്ടയ്ക്ക അതിമ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇവിടെ അത് പുതിന നമ്മളൊരു ചാക്കിലാണ് ചെയ്തിട്ടുള്ളത്. പുതിന ഉണ്ട്, വെണ്ടയ്ക്ക, കുറച്ച് കുറ്റി കുരുമുളക്, അങ്ങനത്തെ ഇതൊക്കെയാണ് ഈ ഭാഗത്ത് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് അടിയിലുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നിങ്ങൾക്ക്
പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ എന്നാൽ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.